ഹായ് ഹലോ. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണല്ലോ വെള്ളരിക്ക പച്ചടി. അപ്പോൾ നമുക്കിന്ന് വെള്ളരിക്ക പച്ചടീൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളരിക്ക പച്ചടി തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നീട് നമ്മളിത് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെള്ളരിക്ക വെന്ത് കിട്ടുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നീട് നമ്മളിതിലേക്ക് ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നീട് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കുക. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ കടുകാണ് ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് ഒന്ന് നമ്മൾ ചെറുതായിട്ട് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി, അധികം അരയേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക ഒന്ന് തിളച്ച് ഏകദേശം വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് വെച്ച് കുറച്ച് ടൈം വേവിച്ചെടുക്കുക. അപ്പോഴേക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ആ തേങ്ങൻ്റെ അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഒരു അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. കുറേ ടൈമൊന്നും തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി വന്ന് ഒന്ന് ചെറുതായിട്ട് തിളച്ച് കിട്ടിയാൽ ചെറുതായിട്ട് തിള വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അധികം തിളക്കേണ്ട. തൈരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക്, വറ്റൽമുളക്, കറിവേപ്പില അതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളരിക്കയിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.